ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്റ്റേജ് 1-ലെ കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളുടെയും ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. മൊത്തമായി കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം എത്രയാണ്? അപ്പോൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം എത്രയാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ 5.6-ൽ താഴെ, ഓപ്ഷൻ ബി 5.6-ൽ കൂടുതൽ, ഓപ്ഷൻ സി 7.0 തുല്യം, ഓപ്ഷൻ ഡി 7.0 കൂടുതൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് pH വാല്യൂ അല്ലെങ്കിൽ pH മൂല്യം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ, ഓക്കെ, ഒരു വസ്തു ആസിഡ് സ്വഭാവം ഉള്ളതാണോ അല്ലെങ്കിൽ എന്താണ് ആൽക്കലി സ്വഭാവമുള്ളതാണോ, ആസിഡ് ആണോ അല്ലെങ്കിൽ ആൽക്കലി ആണോ എന്ന് പരിശോധിച്ചറിയുന്നതിനുള്ള ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്, pH സ്കെയിൽ എന്ന് പറയുന്നത്. ഓർക്കുക, എന്താണ് pH വാല്യൂ അല്ലെങ്കിൽ pH മൂല്യം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ചറിയുന്നതിനുള്ള ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്, pH സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൊറൻസൻ ആണ്. ഓക്കെ, സൊറൻസൻ ആണ് pH സ്കെയിൽ കണ്ടുപിടിച്ച വ്യക്തി. ആരാന്ന് ചോദിച്ചാൽ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? സൊറൻസൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഡാനിഷുകാരനാണ്. ആരെന്ന് പറയുന്നത്? സൊറൻസൺ എന്ന് പറയുന്നത്. അപ്പോൾ സൊറൻസൺ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഡാനിഷുകാരനായിട്ടുള്ള വ്യക്തിയാണ്. ഈ pHൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നുള്ളതാണ്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ് എന്തെന്ന് പറയുന്നത്, pH സ്കെയിൽ അല്ലെങ്കിൽ pH എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നുള്ളതാണ്. ഓക്കെ, pH സ്കെയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൂല്യം ഏത് മുതൽ ഏത് വരെയാണെന്ന് ചോദിച്ചാൽ 0 മുതൽ 14 വരെയുള്ള മൂല്യങ്ങളാണ് pH സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, pH മീറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറിയപ്പെടുന്നതാണ് പ്രോബ് എന്ന്. ഓക്കെ, അപ്പോൾ pH സ്കെയിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറിയപ്പെടുന്നതാണ് പ്രോബ് എന്ന്. പ്രോബ് ലൈനിൽ നിക്ഷേപിച്ചാണ് pH നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ പ്രോബ് എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ലൈനിൽ നിക്ഷേപിച്ചിട്ടാണ് pH നിർണ്ണയിക്കുന്നത്. ഓക്കെ, pH മൂല്യം 7-ന് മുകളിലാണെങ്കിൽ അതിന് ആൽക്കലി സ്വഭാവമായിരിക്കും. അപ്പോൾ pH മൂല്യം എന്ന് പറയുന്നത് എന്താണ്? 7-ൽ കൂടുതലാണെങ്കിൽ, ഓക്കെ, അപ്പോൾ 7-ന് കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും? 7-ൽ കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും? 7-ൽ കൂടുതലാണെങ്കിൽ അത് എന്തായിരിക്കും? അത് ആൽക്കലി സ്വഭാവമുള്ളതായിരിക്കും. 7-ൽ കൂടുതലാണെങ്കിൽ ആൽക്കലി. ശ്രദ്ധിക്കുക, അപ്പോൾ 7-ൽ കൂടുതലുള്ളതാണെങ്കിൽ ആൽക്കലി സ്വഭാവമുള്ള ഒരു പദാർത്ഥമായിരിക്കും നമ്മൾക്ക് കാണുന്നത്. ഓക്കെ, ഇനി pH മൂല്യം എന്ന് പറയുന്നത് 7-ൽ താഴെയാണെങ്കിൽ, ഓക്കെ, 7-ൽ താഴെയാണെങ്കിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7-ൽ താഴെയാണെങ്കിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആസിഡ് സ്വഭാവമുള്ളതായിരിക്കും. ഓക്കെ, ആസിഡ് സ്വഭാവമായിരിക്കും. 7-ൽ താഴെയുള്ളതാണെങ്കിൽ ആസിഡ് സ്വഭാവം. 7-ൽ കൂടുതലാണെങ്കിലോ അത് എന്താണ്? ഈ പറയുന്ന ആൽക്കലി അല്ലെങ്കിൽ ബേസ് ഉള്ളതായിരിക്കും. ഈ പറയുന്ന pH മൂല്യം 7-ൽ എന്താണ് കൂടുതലാണെങ്കിൽ. 7-ൽ കുറവാണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. ഇനി എന്താണ്? 7 ആണെങ്കിലോ അത് നിർവീര്യമായിരിക്കും. ഓക്കെ, നിർവീര്യ ലായനിയാണ് എന്തെന്ന് പറയുന്നത് 7 ആയിട്ടുള്ളത്. അതായത് pH മൂല്യം 7 ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർവീര്യമായിരിക്കും. അതായത് നിർവീര്യ വസ്തുവിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് നിർവീര്യ വസ്തുവിൻ്റെ pH മൂല്യം എത്രയാണ് എന്ന് ചോദിച്ചാൽ മക്കളെ 7 ആണ്. അതായത് നമ്മുടെ ശുദ്ധജലം, ശ്രദ്ധിക്കുക, ശുദ്ധജലം എന്താണ്? pH മൂല്യം എത്രയായിരിക്കും? 7 ആയിരിക്കും. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 7 ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ക്യാരറ്റ്, കാബേജ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH മൂല്യം കഴിഞ്ഞൊരു പ്രാവശ്യം PSC ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഇത്. അപ്പോൾ കാരറ്റ്, അതേപോലെ തന്നെ എന്താണ് കാബേജ്, മനസ്സിലാക്കുക, ക്യാരറ്റ്, കാബേജ് മുതലായ വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 8 ആണ്. അപ്പോൾ pH 7 മുതൽ 8 വരെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ക്യാരറ്റ് ആണെങ്കിലും ക്യാബേജൊക്കെ നമുക്ക് എന്താണ് വിളയിറക്കാനുള്ള ആ ഒരു മണ്ണിൻ്റെ pH വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത്
7 മുതൽ 8 വരെയുള്ളതാണെന്നുള്ളത് ഓർക്കുക. ക്യാരറ്റ്, ക്യാബേജ് 7 to 8 ഓക്കെ. അങ്ങനെയാണെങ്കിൽ pH 5 മണ്ണിൽ അനുയോജ്യമായത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ pH സ്കെയിൽ നമ്മൾ നോക്കുമ്പോൾ 5 pH പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ 5 ആയിട്ടുള്ള വിള ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 5 മണ്ണിൽ അനുയോജ്യമായിട്ടുള്ള കൃഷി ഇറക്കാനുള്ള വിള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണെന്ന് ചോദിച്ചാൽ ഉരുളക്കിഴങ്ങാണ്. ഓക്കെ, ഉരുളക്കിഴങ്ങ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഉരുളക്കിഴങ്ങാണ് pH മൂല്യം 5 ആയിട്ടുള്ള മണ്ണിൽ നമുക്ക് എന്ത് ചെയ്യാൻ ആ കൃഷിക്ക് അനുയോജ്യമായത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉരുളക്കിഴങ്ങാന്നുള്ളത് ഓർക്കുക. 7 മുതൽ 8 വരെയാണ് ക്യാരറ്റ്, ക്യാബേജിന് ഉള്ളത് ഓർക്കുക. ഓക്കെ, ഇനി ബഹുഭൂരിപക്ഷം വിളകളും കൃഷി ചെയ്യുന്നതിന് അനുയോജ്യമായ മണ്ണിൻ്റെ pH ഏതാണെന്ന് ചോദിച്ചാൽ ബഹുഭൂരിപക്ഷവും നിലവിൽ കൃഷി ചെയ്യാനായിട്ടുള്ള മണ്ണിൻ്റെ pH വാല്യൂ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എത്രയാണെന്ന് ചോദിച്ചാൽ 6.5 മുതൽ 7.2 വരെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 6.5 മുതൽ 7.2 വരെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 2 ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇത്രയാണ് ബേസായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഓരോ പദാർത്ഥങ്ങളും അതിൻ്റെ pH മൂല്യവും ഓരോന്ന് നമുക്ക് പഠിച്ചു പോകാം. അതിക്ക് മുന്നേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. അപ്പോൾ ഓർക്കുക, എന്താണ് pH സ്കെയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് pH സ്കെയിൽ, അല്ലെങ്കിൽ എന്താണ് pH വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ്. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് pH സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു വസ്തു എന്താണ് ഈ പറയുന്ന ആസിഡ് സ്വഭാവമുള്ളതാണോ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? pH സ്കെയിൽ ഉപയോഗിക്കുന്നത്. ആരാണ് pH സ്കെയിൽ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊറൻസൺ എന്ന് പറയുന്ന ഡാനിഷ് ശാസ്ത്രജ്ഞനാണ് pH സ്കെയിൽ കണ്ടുപിടിച്ചത്. എന്താണ് pHൻ്റെ പൂർണ്ണരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നുള്ളതാണ്. pHൻ്റെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നുള്ളതാണ്. pH സ്കെയിൽ നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൂല്യം ഏത് മുതൽ ഏത് വരെയാണെന്ന് ചോദിച്ചാൽ 0 മുതൽ 14 വരെയുള്ള മൂല്യങ്ങളാണ് pH സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. pHൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് പ്രോബാന്നുള്ളത് ഓർക്കുക. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രോബാണ് pH സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ pH മീറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ pH മീറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രോബ് എന്ന് പറയുന്നത്. പ്രോബ് ലായനിയിൽ നിക്ഷേപിച്ചാണ് pH വാല്യൂ നമുക്ക് അളക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, pH മൂല്യം 7 മുകളിലാണെങ്കിൽ ആൽക്കലിയും എന്നാൽ 7 താഴെയാണെങ്കിൽ അത് ആസിഡും. ഇനി 7 എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? നിർവീര്യമായിരിക്കും. അതായത് നിർവീര്യ വസ്തു എന്ന് പറയുമ്പോൾ pH 7 ആയിരിക്കും. അതായത് ശുദ്ധജലത്തിൻ്റെ pH വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 7 ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ശുദ്ധജലം, അല്ലെങ്കിൽ ശുദ്ധജലത്തിൻ്റെ എന്താണ് pH വാല്യൂ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? 7 ആണെന്നുള്ളത് ഓർക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞൊരു വർഷം ചോദിച്ചൊരു ചോദ്യമാണ്, അതായത് ക്യാരറ്റ്, ക്യാബേജ് എന്നിവ കൃഷി ചെയ്യാനായിട്ട് അനുയോജ്യമായ മണ്ണിൻ്റെ pH വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക മക്കളെ, ക്യാരറ്റ്, ക്യാബേജ് pH 7 മുതൽ 8 വരെയുള്ള ആ ഒരു അനുപാതത്തിലുള്ള മണ്ണിലാണ് ക്യാരറ്റ്, ക്യാബേജ് കൃഷി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്, pH വാല്യൂ 5 ആയിട്ടുള്ള മണ്ണിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റുന്ന വിള ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ഉരുളക്കിഴങ്ങാന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ pH വാല്യൂ 5 ആയിട്ടുള്ള മണ്ണിൽ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് അനുയോജ്യമായ വിള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഉരുളക്കിഴങ്ങാന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എന്നാൽ ബഹുഭൂരിപക്ഷം കൃഷികളും ചെയ്യുന്നത് ഏത് മണ്ണ്, അതായത് pH വാല്യൂ എത്രയായിട്ടുള്ള മണ്ണിലാണ് ബഹുഭൂരിപക്ഷം കൃഷികളും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് 6.5 മുതൽ 7.2 വരെയുള്ള ഒരു pH വാല്യൂവിലാണ് ബഹുഭൂരിപക്ഷം കൃഷികളും ചെയ്യുന്നതെന്നുള്ളത് കൂടി ഓർക്കുക. അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 2 ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ 2 എന്നുള്ളത് ഓർക്കുക. കാരണം ഒത്തിരി തവണ ചോദിച്ചതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ
എത്രയാണ് പി എച്ച് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ് മക്കളെ? അത് 2 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പി എച്ച് മൂല്യം വരുന്ന കുറേ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ പി എച്ച് മൂല്യം ഏതാണെന്നുള്ളത് കൂടി നമുക്ക് നോക്കിയിട്ട് ഇത് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ പദാർത്ഥവും അതേപോലെ തന്നെ അതിൻ്റെ പി എച്ച് മൂല്യം എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് പറഞ്ഞതായിരുന്നു, അതായത് ആസിഡ് മഴയുടെ പി എച്ച് മൂല്യം ഈ കാണുന്നതാണ് അമ്ലമഴയുടെ പി എച്ച് മൂല്യം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 5.6 താഴെയാണ്. ഇത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആസിഡ് റെയിനിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 5.5. ഓക്കെ, അപ്പം 4 മുതൽ 5.5 വരെയാണ് ആസിഡ് റെയിൻ, അതായത് അമ്ലമഴയുടെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിരിക്കുന്നത് ശുദ്ധജലത്തിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ശുദ്ധജലത്തിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 7 ഓക്കെ, 7. അങ്ങനെയാണെങ്കിൽ മക്കളെ രക്തത്തിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 7.4. രക്തത്തിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 7.4. അങ്ങനെയാണെങ്കിൽ കടൽ ജലത്തിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? കടൽ ജലത്തിൻ്റെ 7.5 മുതൽ 8.4 വരെയാണ് കടൽ ജലത്തിൻ്റെ പി എച്ച് വാല്യൂ, 8.4. ഇനി മുട്ടയുടെ വെള്ള, വെറൈറ്റി കുറച്ച് സാധനം കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയുടെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ മുട്ടയുടെ വെള്ള എത്രയാണ്? മുട്ടയുടെ വെള്ളയുടെ 7.8 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. മുട്ടയുടെ വെള്ള 7.8. അങ്ങനെയാണെങ്കിൽ ടൂത്ത് പേസ്റ്റിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ ടൂത്ത് പേസ്റ്റ് 8.7 ടൂത്ത് പേസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അപ്പക്കാരത്തിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണ്? 8 മുതൽ 9 വരെയാണ് അപ്പക്കാരത്തിൻ്റെ പി എച്ച് വാല്യൂ. അടുത്തത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. ഓക്കെ, മിൽക്ക് ഓഫ് മഗ്നീഷ്യയുടെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 10 മിൽക്ക് ഓഫ് മഗ്നീഷ്യ. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 10.5 ചുണ്ണാമ്പ് വെള്ളം. അങ്ങനെയാണെങ്കിൽ കാസ്റ്റിക് സോഡയുടെ എത്രയാണ് പി എച്ച് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 12 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കാസ്റ്റിക് സോഡ 12. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് കുറച്ച് ബേസ് ആയിട്ടുള്ളതിൻ്റെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി കുറച്ചുകൂടിയും, അതായത് പി എച്ച് വാല്യൂ 7 എന്ന് പറയുന്നത് ജലമാണ്. അപ്പോൾ ജലം മുതൽ ഇങ്ങോട്ടേക്ക് താഴെ ബേസ് വരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ആസിഡ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഉമിനീരാണ്. ഉമിനീരിൻ്റെ പി എച്ച് വാല്യൂ 6.2 7.6 ഉമിനീരിൻ്റെ എന്തെന്ന് പറയുന്നത് പി എച്ച് വാല്യൂ. അങ്ങനെയാണെങ്കിൽ പാലിൻ്റെ പി എച്ച് വാല്യൂ പാലിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ പാലിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണ്? പാല് 6.5 പാല്. അങ്ങനെയാണെങ്കിൽ മൂത്രത്തിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണ്? മൂത്രത്തിൻ്റെ 6 മൂത്രത്തിൻ്റെ പി എച്ച് വാല്യൂ 6. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊന്നാണ് ചായയുടെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 5.5 ചായയുടെ. അങ്ങനെയാണെങ്കിൽ ചായയുടെ കൂടെ നമ്മൾ കാപ്പി അറിയുമല്ലോ, അപ്പോൾ കാപ്പിയുടെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 5. ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് ബിയറിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണ്? ബിയറിൻ്റെ പി എച്ച് വാല്യൂ 4.5 ബിയറിൻ്റെ പി എച്ച് വാല്യൂ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ആസിഡ് റെയിൻ എത്രയാണെന്ന് ചോദിച്ചാൽ 4 മുതൽ 5.5. നമ്മൾ പറഞ്ഞു 5.6 താഴെയായിരിക്കും ഇത് വരുന്നത്. തക്കാളി നീരാണെങ്കിൽ തക്കാളിയുടെ നീര് ഓക്സാലിക് ആസിഡാണ് തക്കാളി. അപ്പോൾ തക്കാളിയുടെ നീര് 4.2 തക്കാളി 4.2 തക്കാളിയുടെ വില 42 രൂപയെന്ന് ഓർത്താൽ മതി. വിനാഗിരിയും സെയിം ആണ്. വിനാഗിരി എത്രയാണെന്ന് ചോദിച്ചാൽ അതും 4.2 വിനാഗിരിയുടെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുന്തിരിയുടെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 3.4 to 4.5 ഓക്കെ. ഓറഞ്ച് ജ്യൂസ് വീണ്ടും എന്താണ്? സിട്രിക് ആസിഡാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലെവലിൽ എന്ത് വരുന്നുണ്ട്? ആസിഡ് വരുന്നുണ്ട്. 3.1 to 4.1. അതായത് നമ്മൾ പറയാറില്ല, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ
ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കണം, എങ്കിൽ മാത്രമേ അത് ദഹിച്ചു പോകത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലെവലിലുള്ള എന്ത് വരുന്നുണ്ട്, ആസിഡ് വരുന്നുണ്ട്, ഓറഞ്ചിലാണെങ്കിലും മുന്തിരിയിലാണെങ്കിലും. ഓക്കെ, നാരങ്ങ വെള്ളം മക്കളെ, നാരങ്ങ വെള്ളം നമ്മൾ കുടിക്കാറുണ്ട്. എത്ര അതിൻ്റെ pH വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.4 ആണ്. അപ്പോൾ അത്യാവശ്യം ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമാണ് നാരങ്ങ വെള്ളം കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, അത്രയും അസിഡിറ്റി നമ്മുടെ എന്താണ് ആമാശയത്തിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ അതിന് ദഹിക്കാനായിട്ട് വേണം. ഓക്കെ, ഇനി ദഹനരസത്തിൻ്റെ എത്രയാണ്, 1.2 ആണ് ദഹനരസം. ഓക്കെ, 1.2 ആണ് ദഹനരസം. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദാർത്ഥങ്ങളും അതേപോലെ തന്നെ അവയുടെ pH മൂല്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആദ്യം മുതൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ എവിടെ മുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം തുടങ്ങുമ്പോൾ നമുക്ക് അവസാനം എവിടെ വന്ന് നിൽക്കും, കാസ്റ്റിക് സോഡ 12 വന്ന് നിൽക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആസിഡ് മുതൽ തുടങ്ങാം. പദാർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ദഹനരസത്തിൻ്റെ pH വാല്യൂ എത്രയാണ് മക്കളെ, 1.2 ആണ്. നമ്മളിപ്പോൾ പറഞ്ഞോളൂ ദഹനരസം 1.2 ആണ് ദഹനരസം. നാരങ്ങ വെള്ളം നമ്മൾ പറഞ്ഞു എത്രയാ, 2.4 ആണ് pH വാല്യൂ, 2.4 ആണ് നാരങ്ങ വെള്ളം, 2.4 ആണ്. ഓറഞ്ച് ജ്യൂസ് എത്രയാ, നമ്മൾ പറഞ്ഞു ആസിഡിൻ്റെ ലെവലിലേക്ക് വരും, 3.1 ടു 4.1 ആണ് ഓറഞ്ച്, 3.1 ടു 4.1. ഇങ്ങനെ ഓർത്താൽ മതി. 30 മുതൽ 40 രൂപ വരെയാണ് ഓറഞ്ചിന് വരാറുള്ളൂ. ഓറഞ്ചിനേക്കാളും വില കുറവാണ് എന്ത്, നാരങ്ങയ്ക്ക് 24 രൂപ. മുന്തിരിക്കാണെങ്കിലോ കുറച്ചുകൂടെ വിലയുണ്ട്, 34 മുതൽ എത്രയാണ് 45 വരെ. അപ്പോൾ 3.4 ടു 4.5 ആണ് മുന്തിരിയുടെ pH വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിനാഗിരി ആണെങ്കിലോ 42, 4.2 ആണ് വിനാഗിരി, 4.2. അതേപോലെ തന്നെ തക്കാളിക്കും അത്യാവശ്യം വിലയുണ്ട്, 4.2 ആണ്. ഓക്കെ, ഇനി ആസിഡ് മഴ അല്ലെങ്കിൽ അമ്ലമഴ എന്ന് പറയുന്നത് 4 മുതൽ 5.5 വരെയാണ് ഏതെന്ന് പറയുന്നത്, അമ്ലമഴയുടെ അല്ലെങ്കിൽ ആസിഡ് റെയിൻ്റെ pH വാല്യൂ. ബിയർ ആണെങ്കിലോ മക്കളെ 4.5 ആണ്, ബിയർ 4.5. കാപ്പി നമ്മൾ പറഞ്ഞു കാപ്പി എത്രയാണ്, കാപ്പിക്ക് 5 ആണ് pH വാല്യൂ, കാപ്പി 5. ചായ ആണെങ്കിൽ 5.5. അപ്പോൾ കാപ്പിക്കാണ് വില കുറവ് ചായനേക്കാളും. അപ്പോൾ കാപ്പി 5ഉം ചായ എന്ന് പറയുന്നത് 5.5 ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ പറഞ്ഞു ബിയർ അതിനും കുറവാണ് കേട്ടോ. ബിയർ എത്രയാണ്, 4.5 ആണ് ബിയർ, 4.5 ആണ് ബിയർ, 4.5. അതേപോലെ തന്നെ എന്താണ് അടുത്ത് നമുക്ക് പഠിക്കാം, ബിയർ 4.5, കാപ്പി 5, ചായ 5.5. മൂത്രത്തിന് എത്രയായിരുന്നു pH വാല്യൂ എന്ന് പറയുന്നത്, 6 ആണ്. മൂത്രത്തിൻ്റെ pH വാല്യൂ 6, മൂത്രം 6. ഇനി പാലാണെങ്കിലോ പാലിന് 6.5 ആണ്, പാല് 6.5. ഓക്കെ, പാല് 6.5 ആണ് പാലെന്ന് പറയുന്നത്. ഉമിനീരാണെങ്കിൽ 6.2 മുതൽ 7.6 വരെയാണ് ഉമിനീര്. ഓക്കെ, ജലത്തിൻ്റെ pH വാല്യൂ, ശുദ്ധജലത്തിൻ്റെ pH വാല്യൂ എത്രയാണ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് 7 ആണ്. ശുദ്ധജലം 7 ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഒത്തിരി തവണ ചോദിച്ചതാണ് ശുദ്ധജലത്തിൻ്റെ pH വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 7 ആണ്. രക്തവും ചോദിച്ചേക്കണതാണ്, PYക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ് തീർച്ചയായിട്ടും കണ്ടിട്ടാവും. 7.4 ആണ് രക്തത്തിൻ്റെ, 7.4 ആണ് രക്തം, 7.4. കടൽ ജലം 7.5 ടു 8.4 ആണ് കടൽ ജലം, 7.5 ടു 8.4 ആണ് കടൽ ജലം എന്ന് പറയുന്നത്. മുട്ടയുടെ വെള്ള 7.8 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. മുട്ടയുടെ വെള്ളയുടെ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, ബാക്കിയൊക്കെ മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ മുട്ടയുടെ വെള്ളയുടെ pH വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 7.8 ആണ്. ടൂത്ത് പേസ്റ്റും ഒന്ന് ഓർത്ത് വെച്ചോ, 8.7 ആണ് ടൂത്ത് പേസ്റ്റ്, 8.7 ആണ് ടൂത്ത് പേസ്റ്റ്. അപ്പക്കാരം 8.9 ആണ്. അപ്പക്കാരത്തിൻ്റെ pH വാല്യൂ 8.9 ആണ്. ഓക്കെ, മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്നത് 10.5 ആണ്. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 10.5 ആണ്. കാസ്റ്റിക് സോഡയാണെങ്കിൽ 12 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നിലവിൽ പറഞ്ഞത്. അപ്പോൾ ഏകദേശം നമ്മൾ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട്, ഏകദേശം ഒരു 10-15ഓളം പദാർത്ഥങ്ങളും അവയുടെ pH വാല്യൂ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യത്തിൽ നിന്നും ഇനിയും നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാം ഈ ഒരു ഭാഗത്തു നിന്നും 1 മാർക്കിനുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വരാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇത് കാണാപ്പാഠം പഠിച്ച് സെറ്റാക്കി വച്ചോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം ഉറപ്പായിട്ടും വരുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ചോദ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
രാസനാമവും അതേപോലെ തന്നെ ലവണത്തിൻ്റെ പേര്, രാസസൂത്രം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഡിയം ക്ലോറൈഡ് NaCl ആണ്. അതേപോലെ തന്നെ അതിൻ്റെ പേരെന്താണ്, കറിയുപ്പാണ് സോഡിയം ക്ലോറൈഡ് NaCl. ഇന്ദുപ്പാണെങ്കിലോ പൊട്ടാസ്യം ക്ലോറൈഡ് KCl ആണ്. ഇനി തുരിശാണെങ്കിലോ കോപ്പർ സൾഫേറ്റ് CuSO4 5H2O ആണെന്നുള്ളത് ഓർക്കുക. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ആണ്. ഇനി അലക്കുകാരാണെങ്കിലോ സോഡിയം കാർബണേറ്റ് ആണ് Na2CO3 10H2O എന്നുള്ളത് ഓർക്കുക. ജിപ്സം ആണെങ്കിൽ കാൽസ്യം സൾഫേറ്റ് CaSO4 2H2O ആണ്. ഓക്കെ, സിമൻറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറയുന്ന ജിപ്സം എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലാസ് നിർമ്മാണത്തിനാണ് ഈ പറയുന്ന അലക്കുകാരം ഉപയോഗിക്കാറുണ്ട്. അപ്പക്കാരം എന്ന് പറയുന്ന അഗ്നിശമനി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാം. അറിയില്ലെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട ലവണത്തിൻ്റെ പേരും അതിൻ്റെ രാസനാമവും രാസസൂത്രവും അതെന്തിനാണ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് നമുക്ക് അങ്ങ് ചെയ്തു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എന്താണ്, പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്ന എക്സാമിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.